കാറ്റായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായിലെ മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേൽ ദൈവമേ ആ തീ എന്നിൽ ഇറങ്ങണമേ. സീനായിലെ മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേൽ ദൈവമേ ആ തീ എന്നിൽ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും പുതുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും പുതുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മയാഗമായി തീർന്നവരെ അവിടുത്തെ സാന്നിധ്യം ഈ രാത്രികാലം വെളിപ്പെടണമോ, അവിടുത്തെ കൃപ വെളിപ്പെടണോ. ഓ സ്വർഗീയ വെളിച്ചങ്ങളാവ് എല്ലാ അന്ധകാരങ്ങളെയും എല്ലാ കുരുട്ടുകളെയും ഓടിച്ചു കളയുന്ന ആ സ്വർഗീയ പ്രകാശം ഇതിരകാലം ഞങ്ങളുടെ വേർതിരിച്ചുയരേണ്ട നീതി സൂര്യൻ രോഗമശാന്തിയോടുകൂടെ ഈ രാത്രികാലം ഉദിക്കട്ടെ.
എല്ലാ അന്ധകാരത്തിലും മുഴുവടങ്ങളും സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിനെ നാമത്തിൽ ഈ രാത്രികാലം നീക്കിപ്പോയിട്ട് തകർത്തിടെ മുഴക്കുപോലെ പെരുവെള്ളത്തിരയിരത്തിൽ പോലും ദൈവത്തിന് സാന്നിധ്യം കർത്താവ് ഈ രാത്രികാലം വെളിപ്പെട്ടു വരണ്ടേ. സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി പരിശുദ്ധനെ നടത്തുപെടുന്ന പോലെ വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ക്രൂശിന്റെ യോസം കൊണ്ടാടിയ കർത്താവിന്റെ നാമം ഇതിനകത്ത് കാലം ഉയർത്തപ്പെടുന്ന എല്ലാ അന്ധകാര ശക്തികളും അതിന്റെ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ
നമുക്ക് വേണ്ടി മൂന്നാടികളിൽ മേലെ നമുക്ക് വേണ്ടി ജീവനെ നൽകി തന്ന ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തിയാട്ടെ. നമ്മുടെ സകല പാപവും, നമ്മുടെ സകല രോഗവും, സകലവും നമ്മെ സ്വതന്ത്രരാക്കുവാൻ ആ കാൽവരി ക്രൂശിൽ സ്വന്തം തോളിൽ തല ചായച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച ആ യേശുവിനെ ഒന്ന് നോക്കിയാട്ടെ. സ്വന്തം തോളിലേക്ക് അവൻ തലയെ ചായച്ച് ജീവനെ നൽകി തന്നു. ആ സാത്താന്റെ കടിയിൽ നിന്ന്, സാത്താന്റെ ആ ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നിത്യ സ്നേഹത്താൽ സ്വർഗരാജ്യത്തിന് അവകാശമാക്കി തീർന്ന ആ സ്നേഹത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി രക്തമൂറ്റി തന്നവനെ പകരം നൽകുവാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. സ്തുതിയും സ്തോത്രവുമല്ലാതെ ഹൃദയത്തോടെ ഈ രാത്രികാലം ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ. പാപികളും ദോഷികളുമായിരുന്നു ഞങ്ങളെ വീട്ടിടുവാൻ തക്കവണ്ണം ഞങ്ങളോട് മനസ്സരിവ് തോന്നിയ, കൃപ തോന്നിയ, കരുണ തോന്നിയ കർത്താവേ, ഞങ്ങളതിനെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. നിത്യശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട ഞങ്ങളെ നിത്യജീവന്റെ ഓഹരിക്കാരാക്കി മാറ്റിയ അവിടുത്തെ വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദയയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ നന്മകളെ ഓർക്കുമ്പോൾ, ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകയില്ല. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് കർത്താവേ സ്തുതി സ്തോത്രയാഗങ്ങളെ ഈ രാത്രികാലം അർപ്പിക്കുവാൻ സ്തുതിക്ക് യോഗ്യനായവരെ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വമാറ്റത്തിനും സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നരുളി ചെയ്തവനെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രികാലം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ, നമുക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നതിൻ്റെ ഓർമ്മയെ വെളിപ്പെടുത്തുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ രാത്രികാലം ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ അതിലേക്ക് കരങ്ങളെ നീട്ടുവാൻ, പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭക്ഷിച്ച് ബലപ്പെട്ട് ആരാധിച്ച് വിടുതലോടെ ഈ രാത്രികാലം മടങ്ങി പോകുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി കുഞ്ഞുമോട് സഹോദരിയിൽ ചിമ്പറും പ്രാർത്ഥിച്ചാണ്. ഒരു പ്രാവശ്യം എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾക്ക് സഭയായി കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 നാഥ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാൻ നിന്റെ മക്കളാകുന്ന അടിയങ്ങളെ കർത്താവേ സഭയായി അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ.
പച്ചമേച്ചിൽ കൂടെ പോയി മേയുവാൻ നല്ല കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലോചനകളെയൊക്കെയും കഴിഞ്ഞ ദിവസങ്ങൾ പ്രാപിപ്പാൻ ഇന്ന് രാത്രി കാലങ്ങളുടെ പാദപീഠത്തിലേക്ക് അടികളെ സമർപ്പിക്കുകയാണ് ദൈവമേ. ഒരു വലിയ വിടുതൽ രാത്രി ആത്മാവിന്റെ പുതുബലം ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. പുതിയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരും ക്ഷീണിച്ച് തളർന്നു പോവാൻ ദൈവം അനുവദിക്കല്ല കർത്താവേ. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ച അടികളെ ഓരോരുത്തരെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. എല്ലാ നിന്റെ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. കടന്നു വരാൻ കഴിയാതായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ കർത്താവേ. അവരുടെ മേലും ദൈവത്തിന്റെ കൃപയും നാട്ടിൽ കടന്നു പോയിരിക്കുന്ന സഹോദരങ്ങൾക്കായി പ്രിയപ്പെട്ടവരെല്ലാമായിരിക്കുന്ന ഇടങ്ങളില് എല്ലാവരെയും ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിന് രാത്രികാലം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല അവിടുത്തെ ദൈവം വിശ്വസ്തതയും തന്നെ മഹത്വം വരുത്തേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഇന്ന് രാത്രികാലോടൊന്ന് വെളിപ്പെടുത്തുമാറാകണം കർത്താവേ. നിന്റെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ. ഓരോ ഹൃദയങ്ങളെയും നന്നായി അറിയുന്നവനായ കർത്താവ്, ഭാരങ്ങള് ക്ലേശങ്ങള് ക്ലേശങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവോടൊന്ന് എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിൽ പാടി ആരാധിപ്പാൻ സന്തോഷിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ ആടുനാഥ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളെ സാക്ഷ്യങ്ങളെ കർത്താവ് നൽകി ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. കർത്താവിന് തിരുമേശ ഞങ്ങളുടെ നടുപ്പത്തിയിലുണ്ടല്ലോ കർത്താവേ. കരങ്ങളെ നീട്ടുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ നിർവഹിപ്പാൻ അങ്ങയുടെ ദാസനെ കർത്താവ് പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആദിയോടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സകലവും പരമായിട്ട് നടത്തുന്നതിനായി അല്പസമയം കൂടെ ഞങ്ങൾ ദൈവസ്ഥലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ ഭയത്തോടെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അടിഞ്ഞൊരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവ്വേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാവാനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം കർത്താവേ, ആത്മാവിന്റെ സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കടന്നു വന്നിരിക്കുന്ന സകല ജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് കർത്താവ് കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പൗലോസിനോട് ഞാൻ നിന്നെ റോമയിൽ എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആമേൻ അവന്റെ ആ ഡെസ്റ്റിനേഷനിലേക്ക് അവനെ നയിച്ച ആമേൻ ഹല്ലേലൂയ കർത്താവിനെ ഒരു സാക്ഷിയാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൂതുകൾ, ആലോചനകളൊക്കെയും ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറ്റുമെന്ന് ഒന്നോടൊന്ന് വിശ്വസിക്കത്തക്കവണ്ണം കർത്താവ് ഞങ്ങളെ മറച്ചതിനാൽ, ഓർമ്മിപ്പിച്ചതിനാൽ ആമേൻ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളുടെ മുന്നിൽ അങ്ങയുടെ തിരുത്താഴ ശുശ്രൂഷയുണ്ടായിരുന്നല്ലോ. അമ്മ നടക്കുവാൻ കർത്താവേ, അത് ശുശ്രൂഷിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ ദൈവദാസന്റെ മേൽ കർത്താവ് പകരണമേ. അമേൻ. ഞങ്ങൾക്കതിൽ നിന്ന് അമേൻ ഭക്ഷിച്ച് പാനം ചെയ്ത് ബലപ്പെട്ട ജീവനോടെ ധൈര്യത്തോടെ ആമേൻ വിടുതലോടെ കടന്നു പോകുവാൻ ആമേൻ ഈ രാത്രികാലം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ലോകസ്ഥാപനം മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് ആമേൻ ഈ രാത്രി ഒരു പ്രതീകമായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആമേൻ. അതിക്രമങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തിനെ മാറ്റി ആമേൻ ക്രൂശിൽ തറച്ച് ഞങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിയതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. വാഴ്ചകളെയും അധികാരങ്ങളെയും
ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു കർത്താവ് ഈ രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ ജയഘോഷങ്ങളോടെ അമേൻ ഉറച്ച അമേൻ നിലവിളിയോടെ കണ്ണുനീരോടെ അമേൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഞങ്ങൾക്ക് അമേൻ ഇന്ന് വിടുതലുണ്ട്. വിടുതൽ കഴിഞ്ഞ് ഈ ഹോള് വിട്ട് ഞങ്ങൾ കടന്നു പോകത്തുള്ളൂ. അവൻ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഈ രാത്രികാലം ഞങ്ങളുടെ മേൽ പകരുന്നതിനാൽ ആ presence ഈ ഹോളിൽ വ്യാപരിക്കുന്നതിനാൽ തുള്ളിച്ചാടുന്നതിനാ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് 1-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. സാംസ് 1-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവനാറ്റരീത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആകയാ ദുഷ്ടന്മാരനായ വിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴിയെറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ന് രാത്രി കാലം പ്രാഗൽഭ്യത്തോടെ അതിലേക്ക് കരങ്ങളെ നീട്ടുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. തിരുമേശയിൽ പങ്കുകൊള്ളുവാനുള്ള നമ്മുടെ പ്രാഗൽഭ്യത്തെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വെളിപ്പെടുത്തിയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഓരോരുത്തരായി താണിരിക്കാം. ആദ്യം സഹോദരിമാരും പിന്നെ സഹോദരന്മാർക്കും അതിനുള്ള സമയമുണ്ട്. സ്തോത്രം. അതൊരു പവറുള്ള ഹല്ലേലൂയ ആയിരിക്കണം. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ തന്നെ ശത്രു ഇവിടുന്ന് ഓടിപ്പോകണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എത്രത്തോളം നമ്മെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ ഉണർത്തുമാറാകണം. യേശു ആമേൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയി. ഹല്ലേലൂയ. യേശു പ്രാർത്ഥന നിർത്തി മടങ്ങി വന്നപ്പോൾ ഒക്കെയും ശിഷ്യന്മാർ ഉറങ്ങുന്നതായി കാണുവാൻ ഇടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ഉറങ്ങുന്നവരായി മയങ്ങുന്നവരായി മന്ദതയുള്ളവരായി തീരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഉണർവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനക്കാർ ഉണരുകയുള്ളൂ. സ്തോത്രം. നമ്മുടെ ദേശം ഉണർവ് പ്രാപിക്കുകയുള്ളൂ. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ ഉണർവ് വ്യാപരിക്കുകയുള്ളൂ. അതിനാൽ ഒരു വലിയ ഉണർവിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് വായിച്ച സങ്കീർത്തനം സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നിച്ച സങ്കീർത്തനവും കർത്തൃമേശ ശുശ്രൂഷയും കൂടെ ചെയ്യണമെന്നാണ് താല്പര്യപ്പെട്ടതെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആദ്യ സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിന് ശേഷം ഹല്ലേലൂയ ആമേൻ എഴുന്നേറ്റ് പാട്ടുപാടി സ്തോത്ര അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് തിരുമേശയിലേക്ക് പ്രവേശിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദുഷ്ടന്മാർ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ. ആമേൻ. സ്തോത്രം. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. സ്തോത്രം. നമുക്കറിയാം ദൈവമക്കളെ, ആമേൻ. സ്തോത്രം. ദൈവമക്കൾ പോലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുവാൻ വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞങ്ങൾ കാറ് നിർത്തി ഇങ്ങോട്ട് ആമേൻ
കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഒരു പെന്തക്കോസിലെ മുഴുവൻ പാസ്റ്റർ അടക്കം ആമേൻ സ്തോത്രം ആമേൻ ഓണത്തിനെടുക്കുന്ന എന്താ പറയുന്നതിന് കച്ചമുണ്ടോ സെറ്റൊക്കെ കൊടുത്ത് ഹല്ലേലൂയ എഴുന്നേന്ന് ഫോട്ടോ എടുക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. സ്തോത്രം ഹല്ലേലൂയ. അറിവില്ലാത്ത ഒരു ജനമായിട്ട് ദൈവത്തിൻ്റെ ജനം മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധിക്ക് അനുസരിച്ച് നടന്നതുപോലെ ദൈവത്തിൻ്റെ ജനം നടക്കുവാൻ പാടില്ല. സ്തോത്രം ആമേൻ. അവരുടെ സ്തോത്രം സംഘത്തിൽ പോയി നാം കൂട്ടുകൂടുവാൻ ഇടയാകരുത്. സ്തോത്രം ആമേൻ. അവരാരെയാണ് ആരുടെ ആമേൻ സ്തോത്ര സ്വീകരണത്തിന് വേണ്ടിയാണ് ആമേൻ ഈ ഉത്സവം ആചരിക്കുന്നത് നമുക്കറിയാമോ? ആമേൻ സ്തോത്രം. ആരുടെ നമുക്കറിയാം. ഞാൻ സ്തോത്രം യൂട്യൂബിൽ ഈ പ്രസംഗം ഇടുമല്ലോ, അതുകൊണ്ട് ഞാൻ തെളിച്ചൊന്നും പറയുന്നില്ല. സ്തോത്രം. പ്രൈസ്. നമ്മളെല്ലാം അറിവുള്ളവരാ ദൈവമക്കളെ. അവിടെ എവിടെ ആരാധന, അവരുടെ ഏത് ഉത്സവം ഉണ്ടോ അവിടെ എല്ലാം ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാരമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നാം അവിടെ കടന്നുപോയാൽ അത് നമ്മിലേക്കും വ്യാപരിക്കുവാനിടയാകും. അത് നമ്മുടെ തലമുറകളിലേക്ക് ആമേൻ വ്യാപരിക്കുവാനിടയാകും. ആമേൻ. അതുകൊണ്ട് ആവശ്യമില്ലാതെ അവരുടെ ഇടയിൽ കയറി നിന്ന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. നാം ബുദ്ധിയുള്ളവരാണ്. ഈ കാലഘട്ടത്തിൽ നാം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം കടന്നുപോയ പെന്തക്കോസ്തുകാരുടെ മക്കളുടെ ആമീൻ അനേകരുടെ തകർച്ചകളെക്കുറിച്ച് കേൾക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. കോളേജിൽ പഠിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഹോസ്റ്റലിലൊക്കെ കുഞ്ഞുങ്ങൾ പോയി താമസിക്കും. സ്തോത്രം. ആമേൻ ആരാധന ദിവസം ആരാധനയ്ക്ക് കടന്നു പോകാതെ സ്തോത്രം ആരാധനയ്ക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും കൂട്ടുകാർ വരുന്നേ. ആമേൻ സ്തോത്രം. പിക്നിക്കിന് പോകാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞ് ആരാധനയെ മുടക്കിയിട്ട് അവർ കടന്നു പോകും. അവസാനം എന്ത് സംഭവിക്കും? ആമേൻ സ്തോത്രം. അത് ഹല്ലേലൂയ അവരുടെ അവസാനത്തെ ആരാധനയായിട്ട് മാറും. ഞാനിതിനു മുമ്പ് സ്തോത്രം ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ആമേൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ മെഡിസിന് പഠിക്കുവാൻ വിട്ട ഒരു പെൺകുട്ടി. സ്തോത്രം ഹല്ലേലൂയ. സീനമോൾ എന്നാണ് അവിടെ പേര്. സ്തോത്രം ഹല്ലേലൂയ. മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. വളരെ ഭക്തി, കൊയറിലൊക്കെ വളരെ ആമേൻ ഉത്സാഹത്തോടെ പങ്കുകൊള്ളുന്ന ഒരു പെൺകുച്ചു. സ്തോത്രം ഹല്ലേലൂയ. ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ഞായറാഴ്ച ഒരുങ്ങി ആമേൻ സ്തോത്രം ഭവനത്തിലിറങ്ങി വഴിയിൽ വന്ന് നിൽക്കും. ഒരു കൂട്ടുകാരി വന്നു. സ്തോത്രം പറഞ്ഞു, ആമേ നീ എവിടെ പോവാ? ഞാൻ ആരാധനയ്ക്ക് പോവുക. മോളെ ഇന്ന് നീ പോകണ്ട. സ്തോത്രം. അടുത്ത ആഴ്ച എന്നെ കാണാൻ ചെറുക്കൻ കൂട്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് ലൂലു മാളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആമേൻ സ്തോത്രം തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ സീനിയേഴ്സായ 2 ആൺകുട്ടികളെ കണ്ടുമുട്ടി. അവർ പറഞ്ഞു, നിങ്ങളെവിടെ പോവാ? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവാ. ഓക്കെ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ കയറിക്കുമെന്ന് പറഞ്ഞു. വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി. കുറച്ച് മുന്നോട്ട് ചെന്നു. സ്തോത്രം. ഈ പയ്യന്മാർ താമസിക്കുന്ന ആ ഭവനത്തിൻ്റെ അവരുടെ റൂമിൻ്റെ അടുക്കലായപ്പോൾ പറഞ്ഞു, സ്തോത്രം ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ജസ്റ്റ് വാ, ഒന്ന് വന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് അവന്മാർ സ്തോത്രം അവരുടെ റൂമിലേക്ക് കടന്നുപോയി. ഡ്രഗ്സ് ആമീൻ സ്തോത്രം ജ്യൂസിനകത്ത് കലക്കി കൊടുത്തു. ആ കുടിയോടുകൂടി ആ കുഞ്ഞിൻ്റെ പഠിത്തം തീരുവാനിടയായി. ഇരുട്ടറയിൽ മനുഷ്യനെ കണ്ട അവൾക്കിന്ന് പേടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെയും നാം പ്രാർത്ഥിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അവർ നടക്കുവാൻ ഇടയാകരുത്. സ്തോത്ര ആമേൻ. പാപികളുടെ വഴിയിൽ നിൽക്കുവാനിടയാകരുത്. പാപികളുടെ വഴിയിൽ ആരാധനയ്ക്ക് പോകുവാൻ ആമേൻ ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും ചീട്ടുകളി സംഘം കൂടെ ഇരുന്ന് ആമേൻ ക്യാമ്പിലിരുന്ന് ചീട്ട് കളിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ചീട്ട് കളിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും അവിടെ നിന്നും അല്പം ഒന്ന് കാണാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. അവസാനം ആമേൻ സ്തോത്രം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവൻ അവൻ ഇട്ടിരിക്കുന്ന കുണുക്കെടുത്ത്
ഇവൻ്റെ കാതലിട്ടിട്ട് അവൻ ബാത്റൂമിൽ പോകും. റൈസലോട് അവൻ്റെ ആരാധനയും മുടങ്ങും. മദ്യപാനികളായി പാപികളുടെ വഴിയിൽ നിന്നവരെത്ര പേര് മദ്യപാനികളായി തീർന്നിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ മക്കളായി മാറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ വളരെ സൂക്ഷിച്ചേ മതിയാവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം വളരെ ശക്തമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചേ മതിയാവും. സ്തോത്രം, ഹല്ലേലൂയ. ഏതു വിധേനെ അവരെ ചതിച്ച് കളയുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ വിരുത് തെറ്റിച്ച് കളയുവാൻ, അവർ ആരാധനയ്ക്ക് കൂട്ടായ്മയും കടന്നു വരാതെ അവരുടെ ആരാധനയെ മുടക്കുവാൻ വേണ്ടി ആമേൻ സ്തോത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ലീലാമ്മ സഹോദരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒത്തിരി സന്തോഷമുണ്ടാകാറുണ്ട്. പ്രൈസിലുള്ള ഒരു ആരാധനയ്ക്ക് കടന്നു വന്നില്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പലരും ആമേൻ ഒഴികഴിവുകൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരാരാധന മുടക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ സ്തോത്രം അവരുടെ ഇടയിൽ ആമേൻ ചിലരെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം മുറുകെ പിടിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും നമ്മൾ മറക്കരുത്. സ്തോത്രം. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആമേനാൽ ദൈവമക്കളെ നമ്മൾ ആരാധനയ്ക്ക് പോകണം. ആരാധനയ്ക്ക് പോകുന്ന കാര്യത്തിൽ നാം ഒരു ഒഴുകഴിവും പറയുവാനൊക്കെ വേണം. ഒരിക്കലും ഇടയാകരുത്. ഏത് കാരണവശാലും ആരാധനയ്ക്ക് പോകുവാൻ നാം ഉത്സാഹമുള്ളവരായി തീരണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മൾ ലോകപരമായ എന്ത് കാര്യങ്ങൾക്ക് ഏർപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കത്തില്ല. സ്തോത്രം, ആമേൻ സ്തോത്രം. ആരാധന മുടക്കി ഒരു സിനിമ കാണാൻ പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാകുമോ? സ്തോത്രം. ആരാധന മുടക്കി ഒരു പിക്നിക്കിന് പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാകുമോ? ദൈവമക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. നമുക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കേണ്ട സന്തോഷം ലഭിക്കത്തില്ല, അവിടെ ലഭിക്കേണ്ട സന്തോഷം അവിടെയും ലഭിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ആരാധനയ്ക്ക് കടന്നു വരണം. ആമേൻ. ഉപവാസ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഉത്സാഹത്തോടെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കണം. സ്തോത്രം. ദൈവമക്കളെ, ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവിക കൂട്ടായ്മയിൽ കൂടെ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ഇല്ലാതെ മറ്റൊരു സന്തോഷവും സമാധാനവും അവന് ലഭിക്കുകയില്ല. സ്തോത്രം. ആമേൻ. പിശാച് അവൻ്റെ തന്ത്രങ്ങളെ ഒരുക്കി നമ്മുടെ അടുക്കൽ നമ്മുടെ ആരാധനയെ മുടക്കുവാൻ, നമ്മുടെ വിരുദ്ധ തെറ്റിക്കുവാൻ, നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ആമേൻ സ്തോത്രം അവൻ ഒരുങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നാം മനഃപൂർവ്വമായി ധൈര്യത്തോടെ നിന്ന് അവനെ എതിർക്കണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാട്ട്, ആകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എന്തോ വേണം? ആമേൻ. എന്തോ വേണം? ആമേൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മബലം വേണം. സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മശക്തി ലഭിക്കണം. സ്തോത്രം. ആത്മശക്തി പ്രാപിക്കണമെങ്കിൽ എവിടെ വരണം? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരണം. ആരാധനയിൽ പങ്കുകൊള്ളണം. കരങ്ങളടിച്ച് മനഃപൂർവ്വമായി സ്തുതി സ്തോത്രയാഗങ്ങളെ ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനൊക്കെ വേണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാലം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സ്തോത്രം. അതിനെക്കുറിച്ച് ഒന്ന് വിവരിച്ച് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, പരിഹാസികൾ അവർ പരിഹാസികളായി മാറി. ദൈവത്തിന് വെറുപ്പുള്ള ഒരു സംഗതിയാണ് പരിഹാസം. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ട് സാദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങളൊന്ന് വായിച്ചേ. യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്, നീതിമാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ
പരിഹസിക്കുന്നു. സ്തോത്രം. പരിഹാസികളെ ആര് പരിഹസിക്കും? കർത്താവ് പരിഹസിക്കും. സ്തോത്രം. അതുകൊണ്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സ്തോത്രം. 19:29 വായിച്ചേ. സദൃശവാക്യം 19:29. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലുമൊരുക്കിയിരിക്കുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലുമൊരുക്കിയിരിക്കുന്നു. സ്തോത്രം. പരിഹാസികളുടെ കൂട്ടത്തിൽ പോയിരുന്ന എന്തോ ലഭിക്കും? മുതുകത്ത് നല്ല അടി കിട്ടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പിന്നെ അവിടെ വേദന എടുക്കുന്നു, ഇവിടെ വേദന എടുക്കുന്നു എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനഃപൂർവ്വമായി പരിഹാസികളെ വിട്ടൊഴിയുവാൻ ഗുണം ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ആമേൻ. സദൃശവാക്യം 20:1 പറയുന്നു, വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. ആകയാൽ ഇവരുടെ ഒന്നും കൂട്ടത്തിൽ പോയി ദൈവമക്കളിരുന്ന് സമയം കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർപോലെ അത്രേ. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ കൽപ്പനകളെ, ആമേൻ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനെങ്ങനെയായിരിക്കും? അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. ആമേൻ. തക്ക കാലത്ത് ഫലം കായ്ക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഫലം കായ്ക്കേണ്ട ആ തക്ക സമയത്ത് ഫലം കായ്ക്കും. സ്തോത്രം. ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. അവൻ്റെ കരങ്ങളെ, പ്രവൃത്തികളെ എല്ലാം കർത്താവ് സാധിപ്പിച്ചു കൊടുക്കും. ആകയാൽ നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യാശഗാനം പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Praise the Lord Jesus. Amen. Amen. Hallelujah. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവ ചൊല്ലിടുവാനായി ചൊരിയും വന്ദനയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എൻ്റെ നാവ ചൊല്ലിടുവാനായി നിന്റെ സ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, യേശുവേ, കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കണ്കൾ നിറയും എന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനായി സ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും.
അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ ആമേൻ. ഈ പകൽക്കാലം കർത്താവ് സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആശ്രയിത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. സാക്ഷിവാദങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള വിഷയങ്ങളൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ തിരുമേശ ഒരു ചടങ്ങായി മാറുവാനിടയാകരുത്. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രികാലം നാം ഓർക്കണം. സ്തോത്രം. ആമേൻ. നുറുക്കത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഈ രാത്രികാലം അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് അർപ്പിക്കപ്പെട്ട ആ സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സൈജ് പേർ പ്രാർത്ഥിച്ചാട്ട്. നല്ല കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സഭയോഗമായി തിരുസനിലേക്ക് കടന്നു വരുവാന് സ്വർഗോടികളുടെ ജീവിതത്തിൽ ആരാധിപ്പാനും സ്വർഗം കൃപ ചെയ്തു കർത്താവേ. സങ്കീർത്തനങ്ങളിൽ കൂടെ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ ആലോചനയെ കേൾക്കുവാൻ സ്വർഗം കൃപ ചെയ്തു. ഹല്ലേലൂയ. അവൻ സാക്ഷ്യവാചകങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ സ്വരങ്ങളുടെ കരുണ നീട്ടി കർത്താവേ രോഗങ്ങളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ സ്തോത്ര കാഴ്ചയ്ക്കും കർത്താവിൽ സകല വഴിപാടിനും ഞങ്ങളുടെ അവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ച് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. തിരുമേശയുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതനുഭവിക്കുവാൻ അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി സ്വർഗം തീർക്കുന്നതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. സഭയായ ഇടിങ്ങളെ വീണ്ടും തിരുക്കരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അവൻ തുടർന്ന് ഞങ്ങളുടെ കൃപയാൽ ഇടിങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് താഴ്ന്നിരിക്കാം. കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാന നീൻ മഹാത്യാഗത്തെ പകരം എന്തു ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും വചനത്തെ മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും വചനത്തെ പകരം നൽകും ഞാനീ ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ പകരമേന്തു നൽകും ഞാനീ ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ
ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നീ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നീ മഹാത്യാഗത്തെ. ആമേൻ. ഹല്ലേലൂയ. ക്രൂശിനെ കണ്ടുകൊണ്ട് സ്തോത്രം. ഈ രാത്രികാലം നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകള്, പങ്കപാടുകളെ ഈ രാത്രികാലം നമുക്കൊന്ന് ഓർക്കാം. സ്തോത്രം. ഹന്നാസിൻ്റെ കയ്യാഭാവിൻ്റെ അരമന മുതൽ ആമേൻ സ്തോത്രം കാൽവരി ക്രൂശിൽ വരെയും കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ, ആമേൻ സ്തോത്രം, വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ എല്ലാം നമുക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം നാം മറന്നു പോകരുത്. സ്തോത്രം. സദൃശവാക്യം 23-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. സ്തോത്രം. അരുമനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, നമ്മുടെ ഹൃദയം അവന് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ശത്രു കവർന്നു കൊണ്ടുപോകുന്നത് നമ്മുടെ കർത്താവിന് സഹിക്കാവുന്നതിലും അധികമാണ്. കാരണം അവൻ നമുക്ക് വേണ്ടി വില കൊടുത്തതാ. സ്തോത്രം. വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ആമേൻ, ക്രിസ്തുവിൻ്റെ നിർമ്മലവും നിർദോഷവുമായ പുണ്യാഹ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. സ്തോത്രം. അതുകൊണ്ടാണ് ദുഷ്ടന്മാർ, ജാരന്മാർ നമ്മുടെ ഹൃദയം കവരുമ്പോൾ നമ്മുടെ കർത്താവ്, ആമേൻ സ്തോത്രം, സങ്കടപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന് 2-3 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ന്യായമായ സംശയമാണ് പൗലോസ് അപ്പോസ്തലന് ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ പ്രസംഗത്താൽ അനേകര് കൊരിന്ത്യ സഭയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനിടയായെങ്കിലും, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, താൻ പിന്നെയും സുവിശേഷവുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഈ സഭയുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് താൻ ഭാരപ്പെട്ടുകൊണ്ട് അവർക്ക് എഴുതുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരും ഹല്ലേലൂയ കർത്താവിൻ്റെ മണവാട്ടികളാണ്. കർത്താവ് വരുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിർമ്മല കന്യകമാരായിരിക്കണം. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും
കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ ഏൽപ്പിച്ചു കൊടുത്ത? സ്തോത്രം. സഭയെ കറയും ചുളുക്കവും മാലിന്യമൊന്നുമില്ലാത്ത, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിഷ്കളങ്ക മക്കളായിട്ട്, നിഷ്കളങ്ക മണവാട്ടിയായി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് വചനത്തോടുകൂടി ജലസ്നാനത്താൽ കർത്താവ് നമ്മെ വെടിപ്പാക്കി ശുദ്ധീകരിച്ചത്. സ്തോത്രം. ഇവിടെ കൊരിന്ത്യ സഭയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ, ആമേൻ, സ്തോത്രം, വലിയ സംശയം പിൽക്കാലത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവർ അവിടുത്തെ ജാതികളുമായി ഇടപഴകുവാനുള്ള സാഹചര്യമുണ്ട്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് വാണിംഗ് കൊടുക്കുകയാണ്. സ്തോത്രം. നിങ്ങളെ വിവാഹ നിശ്ചയം ക്രിസ്തു എന്ന ഏകപുരുഷന് സ്തോത്രം നിങ്ങളെ നിർമ്മല കന്യകമാരായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. സ്തോത്രം. കർത്താവ് സർവശക്തനായ ദൈവം ആദാമിനെ ഹവ്വായും ഉണ്ടാക്കി ഏദനിൽ ആക്കി വെച്ചത്, സ്തോത്രം, അവർക്കവിടെ പാർക്കുവാനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ്. സ്തോത്രം. ഒന്നിനും അവർക്ക് അവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. സ്തോത്രം. ആ ഏദൻ തോട്ടത്തിലുള്ള സകലത്തെയും അടക്കി വാഴുവാനുള്ള അധികാരം കൊടുത്തു. ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ഭൂമിയിൽ ആമേൻ സഞ്ചരിക്കുന്ന സകല നാൽക്കാലികളെയും ഇഴജാതികളെയും ഭരിക്കുവാനുള്ള അധികാരം ആദാമും ഹവ്വായും നിൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർജിച്ചലറി വരുന്ന സിംഹം പോലും അവിടെ നിൽക്കുമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരടി അലറി ഓടിയെടുക്കുമ്പോൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സർവശക്തനായ ദൈവം എന്നും, സ്തോത്രം, സന്ധ്യാസമയത്ത് അവരോടുകൂടെ, ആമേൻ, സമയം ചെലവിടുവാൻ ഏദനിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. സ്തോത്രം. കർത്താവുമായുള്ള സമ്പർക്കത്തിൽ അവരുടെ ശരീരം തേജസ് കൊണ്ട് മൂടപ്പെട്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കണ്ട് അസൂയ പൂണ്ട പിശാച്, സ്തോത്രം, ഹല്ലേലൂയ, പാമ്പിന്റെ രൂപത്തിൽ ചെന്ന്, ആമേൻ, ഹല്ലേലൂയ, മോഹം കൊടുത്ത് ആരെ വീഴ്ത്തി? ഹവ്വായെ വീഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. ഹവ്വ ആദാമിനെ വീഴ്ത്തി. സ്തോത്രം. തേജസ് നഷ്ടപ്പെട്ടു. ശാപഗ്രസ്തരായി തീർന്നു. ഏദനിൽ നഷ്ടപ്പെട്ട തേജസ്സും, ഏദനിൽ നഷ്ടപ്പെട്ട വാഴ്ചയും, ഏദനിൽ നഷ്ടപ്പെട്ട അധികാരവും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമുക്ക് മടക്കി തരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളം മരണമെന്നുള്ള ആ നിത്യമരണത്തെ നീക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ തിരുരക്തമൂറ്റിക്കൊടുത്തു. പാപമുള്ള ശരീരത്തിലെ ഈ രക്തം മാറി നീതിമാന്റെ രക്തം ഈ സിരകളിൽ കൂടെ പ്രവഹിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ശൂനേംകാര്യത്തേക്ക് ചുറ്റും നിന്നുകൊണ്ട് യെരൂശലേം പുത്രിമാര് അവളുടെ പ്രിയനോടുള്ള അനുരാഗം അവളിൽ നിന്ന് കവർന്നെടുക്കുവാൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, യെരൂശലേം, ആമേൻ, ശൂന്യംകാരത്തിക്ക്, ആമേൻ, ഒരു കാര്യം പറയുവാനുണ്ട്. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര യെരൂശലേം പുത്രിമാര്, ശലോമോന്റെ ദാസിമാര്, സ്തോത്രം,
എത്ര തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം തൻ്റെ മണവാളനിൽ നിന്ന് തന്നെ അകറ്റിക്കളയുവാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ ശൂന്യങ്കാരത്തിക്ക് തൻ്റെ പ്രിയനോട് ഭയങ്കര അനുരാഗമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പ്രിയനോട് നമുക്കെത്ര അനുരാഗമുണ്ട്, നമുക്കെത്ര സ്നേഹമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം നമ്മുടെ മണവാളനെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നാം കടന്നു പോകില്ല. സ്തോത്രം. പ്രിയനോട് ചേർന്നിരിപ്പാനുള്ള വാഞ്ച, പ്രിയനോട് ചേർന്നിരിപ്പാനുള്ള ആ ഉത്സാഹം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. ശൂന്യങ്കാരത്തിക്ക് പറയുവാനുള്ളത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. ആമേൻ. പുതിയ നിയമ സഭയായ ദൈവത്തിൻ്റെ മണവാട്ടി സഭയ്ക്ക് പറയുവാനുള്ളത് എൻ്റെ പ്രിയൻ നിലയങ്കി ധരിച്ചവനാണ്, എൻ്റെ പ്രിയൻ ഭാരത്ത് പൊൻകച്ച കെട്ടിയവനാണ്, എൻ്റെ പ്രിയൻ മനുഷ്യപുത്രനോട് സദൃശ്യവനായവനാണ്, എൻ്റെ പ്രിയൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തയോളം വെള്ളയുള്ളതാണ്. അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണാണ്. സ്തോത്രം. അവന്റെ കാല് ആമേൻ ഹല്ലേലൂയ ഉലയിൽ പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. ഓ സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കാലുകൾ ഉലയിൽ ആമേൻ സ്തോത്രം ചുട്ടുപഴുപ്പിക്കുന്ന വെള്ളോട്ടിൻ്റെ ആമേൻ ഹല്ലേലൂയ ആ നിറം നമ്മുടെ ഉള്ളിലൊന്ന് കണ്ടേ. സ്തോത്രം. നമ്മുടെ കർത്താവ് തേജസ്വരൂപനായി മണവാട്ടികളായി നമ്മെ ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ നാം അവനെ കാണുവാൻ പോകുന്ന അവൻ്റെ സ്വരൂപമാണ് ഇവിടെ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ വർണ്ണിച്ചിരിക്കുന്നത് അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടുകൂടിയാണ്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സാദൃശ്യവും. ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ളതാണ്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ളതാണ്. സ്തോത്രം. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായത്തുള്ള വാൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ മുഖം സൂര്യന്റെ ശക്തിയോടെ പ്രകാശിക്കും പോലെ ആയിരുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ശൂന്യങ്കാരത്തിക്ക് പറയുവാനുള്ളത് സ്തോത്രം. ഹല്ലേലൂയ ജഡീയമായ ആമേ സൗന്ദര്യത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഹല്ലേലൂയ ആമേൻ കർത്താവിൻ്റെ മണവാട്ടിയായ ദൈവത്തിൻ്റെ സഭയ്ക്ക് പറയുവാനേറെയുണ്ട്. നമ്മുടെ മണവാളനെ കുറിച്ച് സ്തോത്രം. ഹല്ലേലൂയ. അവനൊരു ദിവസം നമ്മെ ചേർക്കുവാൻ വരും. ഹല്ലേലൂയ. പ്രത്യാശയ നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞു വരട്ടെ. ഇങ്ങനെയുള്ള ഒരു മണവാളനെ പിരിഞ്ഞിരിപ്പാൻ, ഇങ്ങനെയുള്ള ഒരു മണവാളനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളവാൻ ആർക്ക് കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ സ്തോത്രം. കർത്താവിൽ ആ മണവാളിൽ നമുക്ക് ആശ്രയിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിക്കാം. ഹൃദയം എല്ലാറ്റിനേക്കാളിലും ഹൃദയം എല്ലാറ്റിനേക്കാളിലും കപടവും വിഷമമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. സ്തോത്രം. കുറിവാക്യത്തിൽ നാം വായിച്ചല്ലോ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഇന്ന് രാത്രികാലം ഞാൻ ഓരോരുത്തരായിട്ട് ചോദിച്ചാൽ സ്തോത്രം എല്ലാവരും പറയും ഹല്ലേലൂയ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അല്ല എന്നൊരൊറ്റ കുഞ്ഞുങ്ങൾ പറയത്തില്ല. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും ദൂരത്ത് നിന്ന് ഗ്രഹിച്ചറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും
പ്രവർത്തിക്കും തക്കവണ്ണം പകരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് രാത്രി കാലം ഞാനും നീയും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് സ്തോത്രം യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകുമെന്ന് വായിച്ചല്ലോ. 1-ാം സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ. സ്തോത്രം. ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെ എത്രയും സ്തോത്രം മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ, നന്മ വരുമ്പോൾ അതിനെ കാണാതെ തമ്പുരാൻ ഇങ്ങനെ നന്മ തരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോഴായിരിക്കും സ്തോത്രം ലോകത്തിൻ്റെ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് ആമേൻ സ്തോത്രം മനുഷ്യാശ്രയത്തിലേക്ക് നാം കടന്നു പോകുന്നത്. സ്തോത്രം. ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മനുഷ്യനിൽ ആശ്രയിക്കുവാൻ നാം കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള നമ്മുടെ അനുഗ്രഹം അവിടെ നഷ്ടപ്പെടുവാനിടയാകും. ആമേൻ സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ മരുഭൂമിയിലെ ചുരച്ചെടി പോലെയാകും, നന്മ വരുമ്പോൾ അതിനെ കാണാതെ, നന്മ വരുമ്പോൾ അതിനെ കാണത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലഭിക്കുവാനുള്ള നന്മ കർത്താവ് തരുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്തോത്രം. നാം പിശാചിൽ ആശ്രയം വെച്ച് ആമേൻ സ്തോത്രം അവൻ്റെ വഴിയിലേക്ക് തിരിയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന നന്മ എന്തോ ചെയ്യും? കാണത്തില്ല, അങ്ങ് തിരികെടുക്കും. ആശ്രയം യേശുവിലുള്ള എല്ലാ ദൈവമക്കൾക്കുമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരിക്കൽ ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ പ്രവാചകനെ അയച്ചു. സ്തോത്രം. ആമേൻ. 1 ശമൂവേലിൻ്റെ ആമേൻ സ്തോത്രം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചാട്ട്. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കാലം തമ്പുരാൻ നമ്മെ ശോധന ചെയ്യുമ്പോൾ ദൈവമക്കളെ തള്ളപ്പെട്ടു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. ആമേൻ സ്തോത്രം. യേശായിയുടെ 1-ാമത്തെ പുത്രൻ മുതൽ സ്തോത്രം ആമേൻ 7-ാമത്തെ പുത്രൻ വരെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ മുമ്പിൽ കൂടെ കടന്നുപോയി. സ്തോത്രം. എന്നാൽ സ്തോത്രം അവരെയൊക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുണ്ടായിരുന്ന ഒരു കാര്യം. സ്തോത്രം. ആമേൻ. ഞാൻ ഇശായിയുടെ മകനായി ആമേൻ സ്തോത്രം അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്ന പോലെ നോക്കുന്നു. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദാവീദിൽ അനേക കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ദൈവം അവനെ നോക്കിയപ്പോൾ ആമേൻ സ്തോത്രം അതിൻ്റെ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 13:22. ഞാൻ ഇശായിയുടെ മകനായ അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ആമേൻ സ്തോത്രം. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ആ ഇസ്രായേൽ രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും പൊക്കം കൂടിയവനായിരുന്നു ശൗല്. സ്തോത്രം. ഹല്ലേലൂയ. അത്രത്തോളം പൊക്കവും ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ സ്തോത്രം ഇസ്രായേൽ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ കണ്ണുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവനെ കുറവുള്ളവനായി കണ്ടു. ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കാതിരുന്നത് കൊണ്ട് രാജസ്ഥാനത്ത് നിന്ന് ദൈവം അവനെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. അതിന് പകരമായിട്ട്
ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സ്തോത്രം. എന്നെയും നിന്നെയും കർത്താവ് നോക്കുമ്പോൾ അവന് ബോധിച്ചവരായിട്ട് കാണപ്പെടുവാൻ തക്കവണ്ണം അവനിൽ പൂർണ്ണാശ്രയമുള്ളവരായി മാറ്റപ്പെടട്ടെ. കരടി വന്നപ്പോഴും സിംഹം വന്നപ്പോഴും ഹല്ലേലൂയ ദാവീദിനെ ആശ്രയിപ്പാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ ചെന്ന് അവയൊക്കെ കീറിക്കളയുവാനിടയായി. സ്തോത്രം. ആമേൻ. മല്ലനായ ഗോലിയാത്തിനെ ആമേൻ നേരിടുവാൻ ചെല്ലുമ്പോഴും ഇസ്രായേൽ നിരയുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദാവീദ് പടക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്തോത്രം. ഹല്ലേലൂയ അവൻ്റെ കരത്തോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ പൈതല് അവൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ ബോധിച്ച പുരുഷനായി കണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. നമുക്ക് അവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. സ്തോത്രം. നമുക്ക് അവനിൽ ആശ്രയിക്കാം. അവൻ്റെ ഹിതപ്രകാരം നമുക്കായിരിക്കാം. അവൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. സ്തോത്രം. എഫെസ്യർ 3:17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. എഫെസ്യർ 3:17 മുതലുള്ള വാക്യങ്ങൾ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും ആമേ പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ആമേ. സ്തോത്രം. അതറിയണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു സ്നേഹിച്ച സ്നേഹം ഒന്നും പകരം ആഗ്രഹിച്ചുകൊണ്ടല്ല തമ്പുരാൻ നമ്മെ സ്നേഹിച്ചത്. സ്തോത്രം. അതുപോലെ തമ്പുരാനെ സ്നേഹിക്കുവാൻ എനിക്ക് നിനക്ക് കഴിയുമോ? ആമേൻ. പത്രോസിനോട് ദൈവം ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. കോഴി പോകുന്നതിന് മുമ്പ് സ്തോത്രം പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഹൃദയം പൊട്ടി. സ്തോത്രം. അവന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. അവിടെ അവനെ തന്നെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അവനെ സ്തോത്രം ഹല്ലേലൂയ അവർ പിടിച്ചു കൊണ്ടുപോയി യേശുവിനോടുകൂടെ ഒരുപക്ഷെ ക്രൂശിക്കുമായിരുന്നു. സ്തോത്രം. ഭയം കൊണ്ടാണ് അവൻ പത്രോസ് അങ്ങനെ തള്ളിപ്പറഞ്ഞതെങ്കിലും സ്തോത്രം അത് കേട്ട യേശുവിൻ്റെ ഹൃദയം എത്ര വേദനിച്ച് കാണും. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം അവനെ തള്ളിപ്പറയരുത്. പത്രോസ് ഇവരെക്കാളിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് രാത്രികാലം യേശുവിന് നമ്മോട് ചോദിക്കുവാൻ ഉള്ളതും അതാണ്. സ്തോത്രം. ഇവരെക്കാൾ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. പ്രിയ ലിജനെ, പ്രിയ ആമേ സാമേ, പ്രിയ എബിയെ, ആമേ സ്തോത്രം. പ്രിയ സഹോദരിമാരെ, ഇവരെക്കാൾ അധികമായി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. എൻ്റെ കുറവുകളൊന്നും ഓർക്കരുതേ, എൻ്റെ കഴിവുകേടുകളൊന്നും ഓർക്കരുതേ. ആമേ സ്തോത്രം. എൻ്റെ കുറവുകളും ബലഹീനതകളും ഓർക്കാതെ നിന്നെ സ്നേഹിപ്പാൻ പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ഇന്ന് രാത്രികാലം എന്നെ നീ പ്രാപ്തനാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ഹല്ലേലൂയ. കയ്യാഭാവിൻ്റെ അരമന മുതൽ എൻ്റെ യേശു സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി വേദനകൾ സഹിച്ചു. സ്തോത്രം. ഒത്തിരി നിന്ദകൾ തമ്പുരാൻ സഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി പരിഹാസം കർത്താവ് സഹിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഇതിലൊക്കെ മുമ്പേ ആയി ഗതസമനയിൽ താൻ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ
വരാൻ പോകുന്ന ആ വലിയ കഷ്ടത, താൻ ഏറ്റുവാങ്ങാനിരിക്കുന്ന ആ വലിയ കഷ്ടത എങ്ങനെയെങ്കിലും നീങ്ങിപ്പോകണമെന്ന് കർത്താവിനോട് അപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. സ്തോത്രം. വായിച്ചാട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 39 മുതൽ 46 വരെയുള്ള പിന്നെ വാക്യം. അവൻ പതിവുപോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞു. സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പൈതലെ നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. വായിച്ചാട്ട് അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം സ്തോത്രം. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാനവജാതിക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധികൾ മുഴുവനായിട്ട് തമ്പുരാൻ ആ പ്രാർത്ഥന സമയത്ത്, സ്തോത്ര, ഹല്ലേലൂയ, തന്റെ ആത്മമണ്ഡലത്തിൽ താൻ ഏറ്റുവാങ്ങുകയായിരുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം മറന്നു പോകരുത്. സ്തോത്രം. ദൈവത്തിന്റെ പൈതല് അരുമനാഥന്റെ ശരീരത്തിൽ 5480 മുറിവുകൾ, സ്തോത്രം, പൈശാചികൻ, ആമേൻ, ഹല്ലേലൂയ, തമ്പുരാന്റെ ശരീരത്തിന്മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന 5480 മുറിവുകളെ കുറിച്ചും, ആമേൻ, ഹല്ലേലൂയ, കർത്താവിന് അറിയാമായിരുന്നു. അതിൽ നിന്ന് പുറപ്പെടുന്ന വേദന, സ്തോത്രം, ഹല്ലേലൂയ, അത് ഓർത്തുകൊണ്ടാണ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനനായി, പിന്നെ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ സ്തോത്രം. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു പ്രാർത്ഥിക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വേർപ്പിനുള്ളിൽ അവൻ രക്തം വരണമെങ്കിൽ അവൻ എത്ര, സ്തോത്രം, ഹൃദയം പൊട്ടിയാണ് അവൻ പ്രാർത്ഥിച്ചെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 59 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 59 മുതൽ. മഹാപുരോഹിതന്മാരോടും ന്യായാധിപസംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേര് വന്നു. ദൈവമന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതെ ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി അവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യമെന്ത്? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി ഒരു നിമിഷം നിൽക്കണേ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, സ്തോത്രം. അറിയാതെ ഒരു തുപ്പൽ ഒരു മനുഷ്യന്റെ, ആമേൻ, സ്തോത്രം, വായിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ നമുക്ക് എത്ര അസഹ്യമാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, അവന്റെ മുഖത്ത്, സ്തോത്രം, അവർ തുപ്പുവാൻ ഇടയായി. ഒരുപക്ഷെ ഒരു പടയാളി ആയിരിക്കില്ല തുപ്പിയത്.
അവിടെ കൂടിയിരുന്ന പടയാളികളുടെ മേൽ എല്ലാം വ്യാപരിച്ചിരുന്ന പൈശാചിക ശക്തികളായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന് എത്രത്തോളം, ഹല്ലേലൂയ, ആമേൻ, നിന്ദയും പരിഹാസവും കൊടുക്കുവാൻ കഴിയുമോ അത്രത്തോളം നിന്ദയും പരിഹാസവും കൊടുക്കുവാൻ അവർ ഉത്സുകരായിരുന്നു. അവരുടെ ഒരൊറ്റ പദ്ധതി എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശ് മരണം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ആമേൻ. മാനവജാതിക്ക് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ ലഭിക്കുന്ന വിടുതൽ നഷ്ടപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. സ്തോത്രം. അവർ അവന്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, അവനെ ചുരുട്ടി കുത്തി. സ്തോത്രം. ആമേനൊന്ന് ആലോചിച്ച് നോക്കിയേ, മുഷ്ടി ചുരുട്ടി ഈ സ്തോത്രം. ഒരു മനുഷ്യന്റെ മുഖത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടിക്കുമ്പോൾ അവൻ്റെ ആ മുഖത്തിന് വരുന്ന സ്തോത്രം, ഹല്ലേലൂയ, വേദന. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതിനെ കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. 27:24 മുതൽ വായിച്ചാട്ട് 27:24 ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്തു, ആമേൻ, പുരുഷാരം കാണെ കൈ കഴുകി. സ്തോത്രം. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് റോമ ഗവർണർ ആമേ അവിടെ കൂടെ ഇരുന്ന സകല ജനവും കേൾക്ക് വിളിച്ചു പറഞ്ഞിട്ടും ആ കൂടിയിരുന്നവർ ഒരുത്തൻ പോലും നമ്മുടെ കർത്താവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികിൽ കടന്നുപോയി സൗഖ്യം പ്രാപിച്ച, അവൻ കൊടുത്ത അപ്പം ഭക്ഷിച്ച, സ്തോത്രം, ഹല്ലേലൂയ, ജനം, ഹല്ലേലൂയ, അവന്റെ വചനം കേട്ട ജനം, സ്തോത്രം, ഹല്ലേലൂയ, അവങ്കിൽ നിന്ന് ലഭിക്കുവാനുള്ള എല്ലാം പ്രാപിച്ച ജനം, സ്തോത്രം. ഒരു കുഞ്ഞു പോലും എൻ്റെ യേശുവിനോടുകൂടെ തുണയായി നിൽപ്പാനില്ലായിരുന്നു. സ്തോത്രം. വായിച്ചാട്ട് താഴോട്ട്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. ബർബാസിനെ, കൊലപാതകിയെ, വ്യഭിചാരിയെ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. നീതി പ്രവർത്തിക്കുന്നവന്റെ കൂടെ നിൽക്കാൻ ഒരൊറ്റ കുഞ്ഞുമില്ല. സ്തോത്രം. കൊലപാതകിയും വ്യഭിചാരിക്കുമൊക്കെ, സ്തോത്രം, ഹല്ലേലൂയ, അവരോട് കൂടെ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി വാദിക്കുവാൻ ആമേ ഈ ലോകത്തിൻ്റെ വക്കീലന്മാരുണ്ട്. എന്നാൽ കള്ളക്കേസുണ്ടാക്കി, സ്തോത്രം, ജയിലുകളിൽ അടയ്ക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി, ദാസിമാർക്ക് വേണ്ടി വാദിക്കുവാൻ ഈ ലോകത്തിലൊരു കുഞ്ഞുപോലും ഇല്ല. സ്തോത്രം. കന്യാസ്ത്രീമാരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ കേരളം മുഴുവൻ പോയി. സ്തോത്രം. പൊളിറ്റീഷ്യൻസ് എല്ലാം പോയി. സ്തോത്രം, ഹല്ലേലൂയ. രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ എല്ലാവരും കടന്നുപോയി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, കള്ളക്കേസുണ്ടാക്കി ജയിലുകളിൽ അടച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ തേടി ഒരു കുഞ്ഞുപോലും പോകുവാൻ ഇല്ലായിരുന്നു. അതുപോലെ എൻ്റെ യേശുവിന് വേണ്ടി തുണ നിൽക്കുവാൻ ഒരു കുഞ്ഞുപോലും ഇല്ലാതിരുന്നു. സ്തോത്രം. താഴ്ത്തു വായിച്ചാട്ട്. ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. സ്തോത്രം. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. വിഷമുള്ള, സ്തോത്രം, ഹല്ലേലൂയ, ആ മുള്ളുകൾ കൊണ്ട്, സ്തോത്രം, ഉണ്ടാക്കിയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇരുമ്പ് കഷ്ണങ്ങൾ കൂർപ്പിച്ചുണ്ടാക്കിയ, സ്തോത്രം, ചാട്ടാവാറ് കൊണ്ട് കർത്താവിൻ്റെ പുറത്തേക്ക് അവർ ആഞ്ഞാഞ്ഞടിച്ചു. സ്തോത്രം. എത്ര അടി അടിച്ചിട്ടുണ്ടെന്നുള്ളത്, സ്തോത്രം, വേദപുസ്തകത്തിൽ അതിൻ്റെ കണക്കൊന്നുമില്ല. സ്തോത്രം. എന്നാൽ വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് അവർ അടിച്ച അടിക്ക്, സ്തോത്രം, 5480 മുറിവ് കർത്താവിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. സ്തോത്രം. അതെങ്ങനെയാ കണക്ക് കൂട്ടിയെടുത്തതെന്നും എനിക്ക് പറയുവാൻ കഴിയത്തില്ല. സ്തോത്രം. അവർ അവൻ്റെ തലയിൽ മുൾക്കിരീടം ചൂടി, സ്തോത്രം, വിഷമുള്ളുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ, ഹല്ലേലൂയ, മുൾക്കിരീടം അവൻ്റെ തലമേൽ അടിച്ചിറക്കി. സ്തോത്രം. പ്രൈസ് ലോർഡ്. വായിച്ചാട്ട്. അവന് വസ്ത്രം അഴിപ്പിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. 29 വാക്യം മുതൽ
മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വച്ചു. ആ വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. ഇനി 45-ാം വാക്യം മുതൽ വായിച്ചാട്ട് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ വിളിച്ചു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത്. ഹല്ലേലൂയ. കൈകാലുകൾ വിരിച്ചു സ്തോത്രം. 8 ഇഞ്ച് നീളവും 3/4 ഇഞ്ച് ആമേൻ സ്തോത്രം കരമുള്ള ആമേൻ ആണികൾ അവൻ്റെ കരങ്ങളിലേക്ക് അടിച്ചിറക്കി സ്തോത്രം. കാലുകൾ പിരിച്ചു വെച്ച് ആ നീളമുള്ള ആണി കർത്താവിൻ്റെ പാദങ്ങളിലേക്ക് അടിച്ചിറക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്രത്തോളം വേദന സഹിച്ചു കാണുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി കാലം നാം ഒന്ന് ഓർക്കണം. നമ്മുടെ ഈ കരങ്ങൾ കൊണ്ട് ചെയ്ത നമ്മുടെ അതിക്രമങ്ങളെ അവൻ ഏറ്റുവാങ്ങി സ്തോത്രം. നമ്മുടെ ദുർനടപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ശിക്ഷാവിധിക്ക് പകരമായിട്ട് നമ്മുടെ കർത്താവിനെ കാലിന്മേൽ ആമേൻ ദുഷ്ടന്മാർ ആണികളെ അടിച്ചിറക്കി സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാൻ സ്തോത്രം കൽവരി കൊലമരത്തിൽ കിടന്ന് ആമേൻ ഹല്ലേലൂയ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അവന് കുടിപ്പാൻ കൊടുത്തത് ആമേൻ ഹല്ലേലൂയ പുളിച്ച വീഞ്ഞായിരുന്നു. എൻ്റെ യേശു മുഖം തിരിച്ചു കളഞ്ഞു. ജീവന്റെ നായകൻ, സ്വർഗത്തിന്റെ മകുടമായവൻ ഹല്ലേലൂയ താഴലോകത്തേക്ക് ഇറങ്ങി വന്നു സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, അവന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുക സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു ദൈവത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് വളരെ വ്യക്തമായി യേശു തമ്പുരാൻ തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നു സ്തോത്രം. കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ആമീൻ സ്തോത്രം അവൻ ഊമനായിരുന്നു. കാൽവരിക്കൊരമരത്തിലേക്ക് ആമീൻ ഹല്ലേലൂയ ആമീൻ സ്തോത്രം കയറി പോകുമ്പോൾ ഹല്ലേലൂയ ആ 15 അടി ഉയരവും 8 അടി വീതിയുമുള്ള ക്രൂശും ചുമന്നുകൊണ്ട് കർത്താവ് കാൽവരിയിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഭാരം സഹിക്കവയ്യാതെ തമ്പുരാൻ 3 പ്രാവശ്യം നിലത്തു വീണു. ആമേൻ സ്തോത്രം. ആ വീണപ്പോഴുണ്ടായ ആഘാതം എത്ര ഭയാനകമായിരുന്നു സ്തോത്രം. അവസാനം യേശുവിനെ ഭാരം ചുമക്കുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയ ആമേൻ സ്തോത്രം പടയാളികള് കുറേനക്കാരനായ ശീമോനെ സ്തോത്രം ആ കുരിശുപാൻ ഏൽപ്പിച്ചു കൊടുത്തു സ്തോത്രം. ആമേൻ. ഇന്നും വേദപുസ്തകം അവന്റെ പേര് മറന്നു കളഞ്ഞിട്ടില്ല സ്തോത്രം. ആമേൻ. കുറേനക്കാരനായ ശീമോന്റെ പേരെന്നും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഞാനും തീയും ആ ക്രൂശ് ചുമക്കുവാൻ തയ്യാറായാൽ സ്തോത്രം ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് മാഞ്ഞു പോകുകയില്ല സ്തോത്രം. 6 മണി നേരമായപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ലമാ ലമാ ശബക്തനി എന്നുറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് സ്തോത്രം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സഹായിപ്പാൻ ആരുമില്ലാതെ വരുമ്പോൾ സഹായിപ്പാൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെങ്കിലും ഇവിടെ കാൽവരിക്കൊരമരത്തിൽ മരിക്കുവാൻ കിടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ പിതാവ് പോലും തനിക്ക് തുണയായി വന്നില്ല. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എൻ്റെ യേശു ഏൽപ്പിച്ചു കൊടുത്തു സ്തോത്രം. 51 വാക്യം മുതൽ വായിച്ചാട്ട് അപ്പോൾ മന്ദിരത്തിലെ തിരശീല രണ്ടായി ചീന്തി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു.
വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായത് സംഭവിച്ചു കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. സ്തോത്രം. ക്രൂശ് മരണത്തെ ഇല്ലാതാക്കി തീർക്കുവാൻ പിശാച് അവന്റെ മുഴുവനും പ്രയോഗിച്ചു എങ്കിലും സ്തോത്രം ഹല്ലേലൂയ, ആ ക്രൂശ് മരണത്തോടുകൂടെ സ്തോത്രം ഹല്ലേലൂയ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമായി തീരുമാനത്തിനിടയായി. സ്തോത്രം. അവനെ ഹല്ലേലൂയ ആമേ ശീലയെ ചുറ്റി സ്തോത്രം ഹല്ലേലൂയ ആരെയും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറയിൽ, ഒരു കല്ലറയുടെ ഗുഹയ്ക്കുള്ളിൽ ആമേ സ്തോത്രം കൊണ്ട് കർത്താവിനെ അടക്കി അവന്റെ മേൽ സുഗന്ധതൈലം പുരുട്ടി. സ്തോത്രം ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ പൈതലേ സ്തോത്രം ആമേൻ. ആ കല്ലറ അവർ ആമേൻ സ്തോത്രം റോമ ഗവൺമെന്റിന്റെ അധികാരപത്രം കൊണ്ടുവന്ന് സീൽ ചെയ്തു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. റോമൻ ഗവൺമെന്റിന്റെ ഈ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം 3-ാം ദിവസം താൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്തിനാണെന്ന് അറിയാമോ? സ്തോത്രം ഹല്ലേലൂയ ആമേൻ. പാപികളും ദോഷികളുമായിരുന്ന നമ്മയൊക്കെയും ഹല്ലേലൂയ ഉയിർപ്പിന്റെ അവകാശികളാക്കി തീർക്കുവാൻ, നിത്യജീവന്റെ ഓഹരിക്കാരാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് ആമേൻ റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നു. സ്തോത്രം. 40 ദിവസം തന്റെ ശിഷ്യന്മാരോടുകൂടെ പാർത്തതിനു ശേഷം 40-ാം ദിവസം ആമേൻ ഹല്ലേലൂയ ഒലിവ് മലയിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുവാനിടയായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? സ്തോത്രം. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്തോത്രം താൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. തന്റെ മക്കളെ ചേർക്കുക, തന്റെ മണവാട്ടിയെ ചേർക്കുക. നമ്മുടെ തമ്പുരാൻ വരുവാൻ സമയമായിരിക്കുക. നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. അവന്റെ കഷ്ടാനുഭവങ്ങളെ അവൻ ഓർമ്മപ്പെടുത്തുന്ന അവൻ തിരുമേശയിലേക്ക് നമുക്ക് ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം പ്രവേശിക്കാം. ഇത് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. വിവരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് കാണിച്ചു തന്ന മാതൃക. സ്തോത്രം ഹല്ലേലൂയ. പെസഹ പെരുന്നാളിൻ്റെ അന്ന് സ്തോത്രം ഹല്ലേലൂയ താനൊരു പുതിയ നിയമം ഹല്ലേലൂയ അവിടെ ഒരുക്കുകയായിരുന്നു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തു, അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവീൻ, എല്ലാവർക്കും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. ഈ തിരുമേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. ഞങ്ങൾ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് തരികയും ചെയ്യുന്നത് എന്തെന്നാൽ അതിന്റെ 27-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ. ഇന്ന് രാത്രി കാലം ഇവിടെ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആമേൻ. അല്ല, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുകയാണ്. ആമേൻ. ഏതെങ്കിലും വിഷയത്തിൽ ജീവിതത്തിൽ ഇത് എടുക്കുവാനുള്ള അയോഗ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതിൽ തൊട്ടുപോകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമാണിത്. സ്തോത്രം. എന്നെ തിന്നുന്നവൻ എന്നൂലം ജീവിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇതിൽ നാം ഭക്ഷിക്കുമ്പോൾ നമുക്ക് പുതിയവനുണ്ടായി വരികയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളും ബലഹീനരുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ ആമേൻ. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ രാത്രികാലം നമുക്ക് ദൈവസന്നിധാനത്തിൽ ഏറ്റുപറയാം. സ്തോത്രം. അപ്പാ, എൻ്റെ കുറവനോട് ക്ഷമിക്കണമേ. അവിടുത്തെ തിരുമേശയിൽ പങ്കുകൊള്ളുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിന് യോഗ്യനാക്കി തീർക്കണമേ. എൻ്റെ ജീവിതത്തിൽ വന്ന കുറവ് ഇനി ഒരിക്കലും ഉണ്ടാകാതെ സൂക്ഷിപ്പാൻ അവിടെ നിന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൂശിന്മേൽ കാണുന്ന കർത്താവിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചറിയുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനൊപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അവനൊപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കുന്ന എൻ്റെ ശരീരമാകുന്നു. നുറുക്കുമ്പോഴൊക്കെയും ആമേൻ കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ആമേൻ സ്തോത്രം എൻ്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുകയും. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നുറുക്കുമ്പോഴൊക്കെയും നമ്മുടെ ആത്മാവിൻ്റെ ശരീരത്തിന് വേണ്ടി ക്രൂശിന്മേൽ തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുകയും. നിങ്ങൾ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ഇത്ര സ്നേഹം ഇത്ര സ്നേഹം Yeah.
ഇത്ര സ്നേഹം ഏറിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ, പാപികളും ദ്രോഹികളും ആയ വർഗത്തെ, പാപികളും ദ്രോഹികളും ആയ വർഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി, വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏറിവാൻ, മനുഷ്യനിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യനിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. താഴങ്ങൾക്ക് ശേഷം പാനപാത്രമെടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയമാകുന്നു, കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ. നാം പാനം ചെയ്യുന്ന ഈ പാനപാത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? പാനം ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിക്കൊരമരത്തിൽ ചൊരിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാക രക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. അവിടെ തന്നെ താഴം കഴിഞ്ഞ ശേഷം പാനപാത്രമെടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയമാകുന്നു, കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ. ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു, ജീവനത്താൽ
സമനാ ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ സമനാ ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ അതിവേദയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതി അനുസരിച്ചു അതിവേദയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതി അനുസരിച്ചു ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു ജീവനറ്റ പാവികൾക്കു നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു ജീവനറ്റ പാവികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു വിലമതിച്ചു കുരിശേൽപ്പിച്ചു അവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു തലയിൽ മുള്ള മുടിയും വച്ചു പല പല പാടുകൾ ചെയ്തു നിന്നെ തലയിൽ മുള്ള മുടിയും വച്ചു പല പല പാടുകൾ ചെയ്തു നിന്നെ ബലഹീന ആയ നിന്മേൽ വലിയ കുല മരം ചുമത്തി ബലഹീന ആയ നിന്മേൽ വലിയ കുല മരം ചുമത്തി തലയോടിടം മലമുകളിൽ അലിവില്ലാതയ്യോ നടത്തി നിന്നെ തലയോടിടം മലമുകളിൽ അലിവില്ലാതയ്യോ യൂതർ നടത്തി നിന്നെ തിരുക്കരങ്ങൾ ആടിക്കൊണ്ടു മരത്തോട് ചേർത്തടിച്ചു തിരുക്കരങ്ങൾ ആടിക്കൊണ്ടു മരത്തോട് ചേർത്തടിച്ചു ഇരുവശത്തും കുരിശുകൾ
ഇരുവശത്തും കുരിശുകളിൽ ഇരു കള്ളർ നടുവിൽ മരിച്ചു പരാ മരണം കൊണ്ടെന്നെ വന്നരകം നീയകറ്റി മരണം കൊണ്ടെന്നെ വന്നരകം നീയകറ്റി വീണ്ടും മഹത്വം തേടി നീ എൻകാലം കഴിവാൻ കൃപ ചെയ്യണമേ. ആമേൻ. ഇനി ആർക്കെങ്കിലും അപ്പം വീഞ്ഞ് ലഭിക്കാനുണ്ടോ? ആമേൻ. ഈ മേശമേലപ്പം നിങ്ങൾ ശേഷിക്കുകയാണ് വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവായിട്ടില്ല എന്നുള്ളതാണാകിയാൽ ഇതിൽ ഭാഗവാക്കുകളായി തീരേണ്ടതിനായി അനേകരെ ഇതിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഭേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനത്തോടെ ആയിരിക്കുവീൻ. സഹോദരന്മാരെ, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവീൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. ബലഹീനരെ താങ്ങുവീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവീൻ. എപ്പോഴും സന്തോഷിക്കുവീൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവീൻ. സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവിനും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു പ്രത്യാശഗാനം പാടുമ്പോൾ സഹോദരിമാർ തമ്മിലും സഹോദരന്മാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുത്ത് അന്യോന്യം വന്ദിക്കാം. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ കാന്തേ രാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആഹ്ളനാദം കേൾക്കാറായി. കുഞ്ഞാട്ടിൻ കാന്തേ രാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആഹ്ളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ രാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. ബന്ധനമോ അത് ചങ്ങലയോ ഉണ്ടാകാം ഭൂമിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ഭാഗായാണിവിടെ, പുതുകുലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകും ഭൂമിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ഭാഗായാണിവിടെ,
പുതുകലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. താമസമില്ലാത്ത കാലം തീരാറായി ക്രൂശിൽ മരിച്ചവരെ വേഗം കാണാം തേജസ്സിൽ. ക്ഷീണിച്ചോ പ്രാവേ, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൽ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ബന്ധനമോ പരസംഗതയോ ഉണ്ടാവാം ഭൂവിൽ, അതൊരു നാളും തളരാതെ പാതാളം. വ്യാകുലയായവരെ കാലേ പാതായാണിവിടെ, പാടിയിടും വേഗം. ബന്ധനമോ പരസംഗതയോ ഉണ്ടാകാം ഭൂവിൽ, അതൊരു നാളും തളരാതെ പാതാലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ഭാഗായാണിവിടെ, പുതുകലമോട് പാടിയിടും പാടും. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നല്ല രാത്രി കാലത്തിനായിട്ട് വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്ഷിച്ചാരാച്ച് ബലപ്പെടുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ, ഈ ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, വിടുതലേറ്റെടുപ്പാൻ ഈ രാത്രി കാലം കർത്താവ് സഹായിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായി ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രി കാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ കടന്ന നിമിഷം മുതൽ ഇത്രത്തോളം കർത്താവ് സഹായിച്ചു, ഇത്രത്തോളം അവിടുത്തെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചു. സൂക്ഷിപ്പാൻ ബലം തന്നു, സൂക്ഷിച്ച് അനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ശക്തീകരിച്ചല്ലോ കർത്താവേ. അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തിരുമേശയിൽ പങ്കാളികളായി തീരുവാൻ, ബലവും ശക്തിയും പ്രാപിച്ച് വിടുതലോടെ മുന്നേറുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ ബലത്തോടെ പോകാമെന്ന് ഗിദെയോനോട് പറഞ്ഞതുപോലെ അവിടുത്തെ ബലം ധരിച്ചവരായി കടന്നു പോകുവാൻ, ദേശമെങ്ങും പോയി കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ നിന്റെ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. തിരുസല്ലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആളാം പ്രതിയായ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ആത്മീക മണ്ഡലം, അവരുടെ ഭൗതിക മണ്ഡലം, ശാരീരിക മണ്ഡലം, മാനസിക മണ്ഡലം, തലമുറകളെല്ലാവരും കർത്താവേ ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിൻ്റെ സാക്ഷികളായി തീരട്ടെ. അത്ഭുതം പ്രവർത്തിക്കണം. പ്രത്യേകാല തുടർന്ന് ആമേ ക്രമീകരിച്ചിരിക്കുന്ന ആമേൻ ആഹാരപദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം. അതിലേക്ക് കരങ്ങളെ നീട്ടിയ സുസൗകര്യ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി കർത്താവിന് വേണ്ടി ചിലവിടുവാനും ചിലവാകുവാനും വീണ്ടും അവിടുത്തെ കൃപ പകരണം. അത്ഭുതം പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരേഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരിണയം
മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും അവിടുത്തെ ജനത്തോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ